കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പക്കൽ കള്ളപ്പണമുണ്ടായിരുന്നു? ആരെയെങ്കിലും കബളിപ്പിച്ചുണ്ടാക്കിയ പണമായിരുന്നോ അതിൻ്റെ മൂലധനം? ഇനി എന്താണ് ഈ കമ്പനിയുടെ ഭാവി? വ്യക്തമായൊരു മറുപടി ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ നിലവിലത്തെ MD നൽകുകയാണ്. ഒരു വീഡിയോ റെക്കോർഡിങ്ങിലൂടെ തന്നെയാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള TA ജോസഫ് കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകുന്നത്. മറുഭാഗത്ത് അതീവ രഹസ്യങ്ങൾ, CJ റോയിയുടെ മരണത്തിൻ്റെ രഹസ്യം പോലും ഒളിപ്പിച്ചിരിക്കുന്ന ആ സെക്യൂരിറ്റി ചേംബറിലേക്ക് കഴിഞ്ഞ ദിവസം SIT സംഘത്തിന്, SIT തലവനായിട്ടുള്ള വംശീകൃഷ്ണയ്ക്ക് കടന്നെത്താൻ സാധിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിടും. ഈ മരണത്തിൻ്റെ ദുരൂഹത അകറ്റുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ ആ നിർണായക തെളിവിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് MD കോൺഫിഡൻസ് ഗ്രൂപ്പിനെ പറ്റി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു കേൾക്കുന്ന പലവിധ കിംവദന്തികൾക്കുള്ള മറുപടി കൂടി നൽകുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടതിന് ശേഷം മറ്റ് കേസന്വേഷണത്തിൻ്റെ നിലവിലെ പോക്ക് എങ്ങനെ എന്നുള്ളത് പരിശോധിക്കാം. കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പക്കൽ കള്ളപ്പണമുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആരെയെങ്കിലും കബളിപ്പിച്ച പണമാണോ മൂലധനമായി അവർ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതൊക്കെ തന്നെ വ്യാജ പ്രചരണമാണെന്നാണ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് പറയുന്നത്. മരിച്ചിട്ടും CJ റോയിയെ വേട്ടയാടുകയാണ് സമൂഹമെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. കമ്പനിയുടെ ഭാവിയെപ്പറ്റി ആരും തന്നെ പേടിക്കേണ്ടതില്ല, ആർക്കും ആശങ്ക വേണ്ട. നേരത്തെ എങ്ങനെയാണോ ഈ കമ്പനി പ്രവർത്തിച്ചത് അതേ ഊർജ്ജത്തോടെ തന്നെ ഇനിയും മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. CJ റോയ് മരിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് സമൂഹ മാധ്യമത്തിലൂടെ ജോസഫ് ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കാര്യങ്ങൾ തുറന്നു പറയുന്നത്. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന SIT കേരളത്തിലെത്തി നിർണായകമായ ചില രേഖകൾ കണ്ടെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കമ്പനി ചെയർമാൻ CJ റോയ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഏറെ ആശങ്കകളുണ്ടായി. അത് സ്വാഭാവികമാണ്, അതിൽ ഒരു തെറ്റുമില്ല. അതിൽ നിക്ഷേപകർ ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം നിരവധി നിക്ഷേപകരായിരുന്നു തങ്ങളെ വിളിച്ചത്. വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദമാക്കണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും പോലീസ് അന്വേഷണവും മറ്റുമായി ബംഗളൂരുവിൽ തന്നെ നിൽക്കേണ്ടി വന്നതുകൊണ്ട് അത് സാധിക്കാതിരുന്നു. കേരളത്തിലും ബംഗളൂരുവിലുമാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് കൂടുതലായും പ്രവർത്തിക്കുന്നത്. എന്നാൽ ബംഗളൂരുവിൽ അപ്പാർട്ട്മെൻറ്റുകളുടെ നിർമ്മാണത്തെക്കാൾ 23 വർഷക്കാലമായി മാസ്റ്റർ ഡെവലപ്പർ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. കൂടിയ അളവിൽ സ്ഥലം വാങ്ങി ബിൽഡർമാർക്ക് സംയുക്തമായി വികസിപ്പിക്കാൻ നൽകുന്ന പ്രക്രിയ കേരളത്തിലെ ചുമതലകൾ കഴിഞ്ഞ 15 വർഷമായി ഇദ്ദേഹം നേരിട്ട് നടത്തുന്നു എന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും അത് അങ്ങനെ തന്നെ ആകുമെന്ന് ജോസഫ് എടുത്തു പറയുന്നുണ്ട്. അതിലൊരു ആശങ്കയും മലയാളികൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി ആളുകൾ തെറ്റായ പല കാര്യങ്ങളും ഈ ഘട്ടത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുന്നു. ബോർഡിലുള്ള ആളെ പോലെയാണ് പലപ്പോഴും അവർ സംസാരിക്കുന്നത്. തങ്ങൾ പൈസ കൊടുക്കാനുണ്ട്, പൈസ കട്ടു എന്നൊക്കെ പലരും പറയുന്നു. എന്നാൽ കഷ്ടപ്പെട്ട് തൊഴിലെടുത്ത് നല്ല രീതിയിൽ നിർമ്മാണവും മാർക്കറ്റിങ്ങും നടത്തി അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി പണിയെടുത്തിട്ടാണ് കമ്പനി ഈ നിലയിലേക്ക് പടുത്തുയർത്തിയതെന്നാണ് ജോസഫ് പറയുന്നത്. അതേസമയം മറുഭാഗത്ത് നിർണായകമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. അന്വേഷണത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് കൂടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ചുവെങ്കിലും CJ റോയിയുടെ മരണത്തിൽ കാര്യമായ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ റോയ് നടത്തിയിരിക്കുന്ന ഇന്റർനെറ്റ് അധിഷ്ഠിത കോളുകൾ, വെബ് കോളുകൾ, അതിൻ്റെ കൂടുതൽ രേഖകൾ തന്നെയാണ് പരിശോധിക്കുന്നത്. ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത രഹസ്യക്കുറിപ്പുകൾ കേന്ദ്രീകരിച്ച് നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിർണായക വഴിത്തിരിവ് തേടി തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ യാത്ര. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഫോൺ രേഖകളും. കാര്യമായ സൂചനകളൊന്നും തന്നെ സാധാരണഗതിയിലുള്ള ഫോൺ കോളുകളിൽ കിട്ടിയിട്ടില്ല. റോയിയുടെ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട നെറ്റ് കോളിംഗ് കണ്ടെത്തി അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാണ് ശ്രമിക്കുന്നത്. ഓഫീസിൽ നിന്നും ചില രഹസ്യക്കുറിപ്പുകളും കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള അന്വേഷണവും മറുഭാഗത്ത് നടത്തുന്നുണ്ട്. എന്നാൽ നെറ്റ് കോൾ, വെബ് കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം അന്വേഷണ സംഘത്തെ നിരാശപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അതിൻ്റെ അന്വേഷണ ഫലം. റോയ് നേരിട്ടുള്ള കോളുകൾ വളരെ വിരളമായി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏറെ പ്രൈവസി ആഗ്രഹിക്കുന്ന റോയ് ആകട്ടെ നെറ്റ് കോളുകളെ ആശ്രയിച്ച് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഡീലിങ്സുകളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വെബ് അധിഷ്ഠിത കോളിങ്ങിനെ ആയിരുന്നു, അതിൻ്റെ പ്ലാറ്റ്ഫോമുകളെ, ആപ്പുകളെ ഒക്കെ തന്നെയായിരുന്നു റോയ് ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഫോൺ കോളുകൾ അന്വേഷിക്കുന്നത് പോലെ ഇത് അന്വേഷിച്ച് കണ്ടെത്താനായി കഴിയില്ല. DDR വിവരങ്ങളൊക്കെ തന്നെ വിശകലനം ചെയ്തെടുക്കുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. URL നമ്പറുകൾ വഴി റോയിയുടെ ഇൻ്റർനെറ്റ് ആശയവിനിമയത്തിൻ്റെ ആ വലിയൊരു പസിൽ അത് പുറത്തു കൊണ്ടുവരാനാണ് SITയുടെ സാങ്കേതിക വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൈബർ സെല്ലിൻ്റെ അടക്കം സഹായം തേടി തന്നെയാണ് ഈ അന്വേഷണം കൊണ്ടുപോകുന്നത്.
അതിനിടയിലാണ് കേസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവെന്ന രീതിയിൽ, നിർണായകമായ ഒരു കണ്ടെത്തൽ എന്ന രീതിയിൽ റോയിയുടെ രഹസ്യങ്ങൾ, ആരോടും പറയാത്ത, ആരോടും പങ്കുവയ്ക്കാത്ത ആ രഹസ്യങ്ങൾ ഒളിപ്പിച്ച സെക്യൂർഡ് ചേംബറിലേക്ക് എത്തിച്ചേരാനായ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നത്. റോയിയുടെ മുറിയിൽ തന്നെ, ഓഫീസിലെ തന്നെ പ്രത്യേക മുറിക്കകത്താണ് ഫേഷ്യൽ റെക്കഗ്നീഷൻ സാങ്കേതികവിദ്യ അടക്കം ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയ ഈ മുറി കണ്ടെത്തിയത്. ആ മുറിയിൽ നിന്നും കിട്ടിയ കൈപ്പടയിലുള്ള, സ്വന്തം കൈപ്പടയിൽ എഴുതിയ ചില കുറിപ്പുകളുണ്ട്. കേസിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ചില വിഷയങ്ങളാണ് അവയെന്നുള്ള ഒരു സൂചന കിട്ടിക്കഴിഞ്ഞു. സ്വന്തം മുറിയിൽ ആരെയും കയറ്റാൻ റോയി ആഗ്രഹിച്ചിരുന്നില്ല. തനിക്ക് മാത്രമുള്ള ഒരു കേന്ദ്രമെന്ന രീതിയിലായിരുന്നു റോയി ആ മേഖലയെ കൊണ്ടുപോയത്. തൻ്റെ ചിന്തകൾ, തൻ്റെ പദ്ധതികൾ, പ്ലാനുകൾ, തൻ്റെ ബുദ്ധിമുട്ടുകൾ, ആശങ്കകൾ ഇതൊക്കെ തന്നെ റോയിക്ക് എഴുതി വയ്ക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മോശം വശം ആരും തന്നെ കാണരുത് എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് ആ പേപ്പറുകളോ കുറിപ്പടികളോ ആ മുറിയോ ആർക്കും തന്നെ എത്തിച്ചേരാൻ കഴിയാത്ത രീതിയിൽ, ആക്സസിബിൾ അല്ലാത്ത രീതിയിലായിരുന്നു മാറ്റിയിരുന്നത്. അവിടെ നിന്നും ഒരു കൂട്ടം പേപ്പറുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിൽ പലവിധ വിവരങ്ങൾ റോയി കുറിച്ചിരിക്കുന്നു. അതൊക്കെ തന്നെ വിശദമായി പരിശോധിക്കുകയാണ് SIT. റോയിയുടെ മരണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ആ വിവരം അത് ഈ കുറിപ്പടികളിൽ കാണുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ സൂചന. SIT തലവൻ വംശി കൃഷ്ണയുടെ, DCP ലോകേഷ് ജഗലസഗറുടെയും വിശ്വാസം ഉറപ്പായും ഇതിൽ നിന്നും ചുരുളഴിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റോയിയുടെ മരണത്തിൻ്റെ ഉത്തരം കണ്ടെത്തുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിനിടയിൽ കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. കർണാടകയിൽ നിന്നുള്ള പോലീസ് സംഘം കേരളത്തിലെത്തി പലവിധ വിവരങ്ങൾ തേടും. മരണത്തിന് പിന്നിലെ കാരണം വളരെ ലളിതമായിരിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ സൂചന. ഇതുവരെയുള്ള അന്വേഷണത്തിലൂടെയാണ് അത് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താണെന്നുള്ളത് പുറത്തു വിട്ടിട്ടില്ല. കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം അത് പുറത്തു പറയാമെന്നാണ് SIT പറയുന്നത്. ബംഗളൂരു പോലീസിന്റെ അന്വേഷണ മികവിൽ കർണാടക സർക്കാർ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോയിയുടെ കുടുംബവും അതുതന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കേസ് സോൾവ് ചെയ്തിരിക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അന്തിമ നിഗമനത്തിലേക്ക് SITക്ക് എത്താൻ ഒരാഴ്ച കൂടി വേണമെന്നാണ് പറയുന്നത്. വിഷാദ രോഗത്തിനടക്കം റോയി ചികിത്സ തേടിയിരുന്നു എന്നുള്ള കുറിപ്പടികൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോയി കൺസൾട്ട് ചെയ്ത ഫിസിഷ്യൻ്റെ സഹായമടക്കം തേടിയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റോയിയുടെ മരണം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം തെളിവെടുപ്പിനായി കൊച്ചിയിലെത്തിയാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. കേരളത്തിലെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഇടപാടുകളായിരിക്കും സംഘം ആദ്യം പരിശോധിക്കുക. ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡിന് പിറകെ റോയി ബംഗളൂരുവിലെ പ്രമുഖ ആശുപത്രിയിൽ വിഷാദ രോഗത്തിന് ചികിത്സ തേടിയെന്നാണ് കുടുംബാംഗങ്ങൾ മൊഴി കൊടുത്തത്. അത് IT-യുടെ റെയ്ഡ് മൂലം മാത്രമല്ല, പകരം തനിക്ക് തന്നെ വേട്ടയാടുന്ന പലവിധ വിഷയങ്ങളുണ്ട്. താൻ ഏറെക്കാലമായി മനസ്സിൽ ഒളിപ്പിച്ച ആ വിഷയങ്ങളെല്ലാം കൂടി ഒന്നിച്ചു പുറത്തേക്ക് വരുമ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിലായിരുന്നു അന്ന് വിഷാദ രോഗത്തിന് ചികിത്സ തേടിയത്. ബാങ്ക് വായ്പകളില്ലാതെ എങ്ങനെയാണ് വമ്പൻ പ്രൊജക്റ്റുകൾക്ക് റോയിക്ക് പണം കിട്ടിയത്? SITയെ സംബന്ധിച്ച് കുഴപ്പിക്കുന്നൊരു വിഷയം തന്നെയായിരുന്നു.